മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്. ഒരിക്കൽ പ്രബലമായ ഒരു രാജ്യം ദുർബലമായ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചു. പ്രബലമായ രാജ്യം ഏകദേശം 10ലധികം തവണ ദുർബലമായ രാജ്യത്തിൻ്റെ അതിരുകൾ കടന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായി. ദുർബലമായ രാജ്യം ആകെ ഭയപ്പെട്ടു. ഗത്യന്തരമില്ല. ഭയം രാജാവിൻ്റെയും സൈന്യാധിപന്മാരുടെയും യോദ്ധാക്കളുടെയും ഉള്ളിൽ തളം കെട്ടി. ഇനി കീഴടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. അവർ ഒരുമിച്ചുകൂടി ഇനി നമുക്ക് കീഴടങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് രാജ്യം വരുമ്പോൾ ഒരു യോദ്ധാവ് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, നമ്മുടെ നാട്ടിലൊരു സന്യാസിയുണ്ട്. വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം ഒരു വഴി നമുക്ക് പറഞ്ഞു തരാതിരിക്കത്തില്ല. ദയവായി രാജാവ് സന്യാസിയെ കാണാൻ സമയം കണ്ടെത്തണം. യോദ്ധാവിൻ്റെ വാക്ക് രാജാവ് ശ്രദ്ധയോടെ കേട്ടു. സന്യാസിയുടെ മുമ്പിൽ പോയി സന്യാസിയോട് തൻ്റെ ആവശ്യങ്ങൾ രാജാവ് പറഞ്ഞു. പരാജയ ഭീതിയോടുകൂടെ നിൽക്കുന്ന രാജാവിനോട് സന്യാസി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്നെ രാജ്യത്തിൻ്റെ സൈന്യാധിപൻ എന്നുള്ള ചുമതല ഏൽപ്പിച്ചാലും നിശ്ചയമായി നമ്മുടെ രാജ്യം വിജയിക്കും, ശത്രുക്കളെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും. ഈ വാക്കുകൾ രാജാവിനെ ഭയപ്പെടുത്തി. കാരണം ഒരു സന്യാസിക്ക് എങ്ങനെ ഒരു സൈന്യാധിപനാകാൻ കഴിയും? അതിന് പരിശീലനം വേണ്ടേ? ഒരു യോദ്ധാവിനല്ലേ ശരിക്കും നല്ലൊരു സൈന്യാധിപനാകാൻ കഴിയുക? ഈ ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉദിച്ചെങ്കിലും സന്യാസിയിൽ വിശ്വാസമർപ്പിച്ച അദ്ദേഹം രണ്ടും കൽപ്പിച്ചുകൊണ്ട് സന്യാസിയെ രാജസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അങ്ങനെ സർവ്വസൈന്യാധിപനായ ഈ സന്യാസി എല്ലാ പടയാളികളെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് യുദ്ധത്തിന് പോവുകയാണ്. ഈ യുദ്ധം നമ്മൾ ജയിക്കും. ആ സന്യാസിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഇതാ വലിയൊരു സൈന്യം, ആ ദുർബലമായ രാജ്യത്തെ സൈന്യം യുദ്ധത്തിനായി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഒരു ആശ്രമം സന്യാസി കണ്ടു. സന്യാസി പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയി യുദ്ധം ചെയ്യുക. ഞാൻ ഈ ആശ്രമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യോദ്ധാക്കളെല്ലാം ഭയപ്പെട്ടു. ഇതാണോ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നേതൃത്വം? ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല. സന്യാസി പറഞ്ഞു, ഞാൻ അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരികെ നിങ്ങളുടെ അടുത്ത് വരും. എൻ്റെ കരത്തിൽ ഒരു നാണയമുണ്ടാകും. ഈ നാണയം നമ്മൾ മേൽപോട്ടുയർത്തി താഴേക്കിടും. തലയുടെ ഭാഗം പുറത്തു വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വിജയിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ജനങ്ങൾ വെയിറ്റ് ചെയ്തു. സന്യാസി ആശ്രമത്തിൽ പോയി തിരിച്ചെത്തി. ആ നാണയം മേൽപോട്ടുയർത്തി അത് നിലത്തു വീണു. തലയുടെ ഭാഗം തന്നെ വരികയും ചെയ്തു. സന്യാസി പറഞ്ഞു, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് നാം ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം പ്രാർത്ഥിച്ചപ്പോഴും ഈ നാണയവും നമുക്ക് നൽകുന്ന തെളിവ് നമ്മൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോയി യുദ്ധം ചെയ്താലും നമ്മുടെ ഒരു യോദ്ധാവിനെയും പോറലേൽപ്പിക്കാൻ
അവരുടെ ഒരു ആയുധങ്ങൾക്കും കഴിയത്തില്ല. ധൈര്യമായി മുന്നോട്ട് പോയി യുദ്ധം ചെയ്താലും വിജയശ്രീലാളിതരായി തിരിച്ചു വന്നാലും. സന്യാസി ആശ്രമത്തിൽ തന്നെ ഇരുന്നു. അവർ മുന്നോട്ട് പോയി യുദ്ധം ചെയ്തു. ആ ദുർബലമായ രാജ്യം ആ പ്രബലമായ രാജ്യത്തെ കീഴ്പ്പെടുത്തി. തിരിച്ചു വന്ന് എല്ലാവരും സന്യാസിയോട് പറഞ്ഞു, അങ്ങയുടെ പ്രാർത്ഥന അത്ഭുതമാണ്, അങ്ങയുടെ ദൈവം അത്ഭുതമാണ്. സന്യാസി പറഞ്ഞു, അത്ഭുതം, പ്രാർത്ഥന, ദൈവം എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങളാണ്. കാരണം എൻ്റെ കരത്തിലിടുന്ന നാണയത്തിൻ്റെ 2 ഭാഗങ്ങളും തല തന്നെയായിരുന്നു. ഞാൻ ആ നാണയം മേൽപോട്ടുയർത്തി താഴേക്ക് നിലത്ത് വീഴുമ്പോഴും എങ്ങനെ വീണാലും തല മാത്രമേ വീഴത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശമാണ് ജ്വലിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് ശക്തിപ്പെട്ടത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഇന്നത്തെ പ്രമേയം വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്. യേശുക്രിസ്തുവിൻ്റെ ജീവിത അനുഭവങ്ങൾ നാം കഴിഞ്ഞ ദിനങ്ങളായി പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മരണാനന്തരം ഭയന്ന് പരവശരായ ശിഷ്യന്മാരുടെ നടുവിൽ യേശു പ്രത്യക്ഷപ്പെട്ട് സമാധാനമെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയ അനുഭവങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചെങ്കിൽ, ഇന്ന് യേശു ക്രിസ്തു മറ്റൊരു കാര്യസ്ഥനെ അവർക്ക് നൽകും എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുകയാണ്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 51-ാം വാക്യം വായിക്കുമ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണ അനുഭവത്തെ കാണാൻ കഴിയും. അതിനു മുൻപ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന മഹത്തരമായ വാക്യങ്ങളാണ് ഇന്നത്തെ വചനാടിസ്ഥാനം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, നിങ്ങൾ ശക്തി ലഭിക്കുവോളം യെരൂശലേമിൽ പാർത്ത് യെരൂശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകണം. ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം, നിങ്ങൾ ജാതികളുടെ മധ്യത്തിൽ പ്രസംഗിക്കണം. ഇന്നലെ വരെയും അല്ലെങ്കിൽ ഈ നിമിഷം വരെയും യേശു ക്രിസ്തു അവരോടൊപ്പമുണ്ട്. അതാണ് അവരുടെ ധൈര്യം. ഏത് തരത്തിൽ നോക്കിയാലും മുന്നിൽ നിന്ന് നയിക്കാൻ തങ്ങൾക്കൊരു ലീഡറുണ്ട്. അതാണ് അവരുടെ ധൈര്യം. എന്നാൽ സ്വർഗാരോഹണം ചെയ്യുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിസിക്കലായ അപ്പിയറൻസ് ഇനി അവർക്കില്ല. അവർ തളർന്നു പോയിരിക്കുകയാണ്. കാരണം നേതൃത്വമില്ലാതെ ഒരു കൂട്ടം വ്യക്തികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? കഴിയത്തില്ല. നേതൃത്വം അത്യാവശ്യമാണ്. അവിടെയാണ് യേശു ക്രിസ്തു ഉയരത്തിൽ നിന്നുള്ള ഒരു ശക്തിയെ പരിചയപ്പെടുത്തുന്നത്. ഇന്നലെ വരെയും വചനം ജഡമായ ക്രിസ്തു സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നലെ വരെയും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് അവർക്ക് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ, ഇന്ന് നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ഒരു ശക്തിയുമായി മുന്നോട്ട് പോകും. ഉയരത്തിലുള്ള ശക്തി നിങ്ങളെ നയിക്കും. എന്തിനാണ് നയിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ സാക്ഷികളാകണം, വിറ്റ്നസ് ആകണം, ഭൂമിയുടെ അറ്റത്തോളം. ഒരു വലിയ ദൗത്യം. ഓരോ രാജ്യങ്ങൾ, ഓരോ മനുഷ്യർ, ഓരോ സംസ്കാരങ്ങൾ, അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാനുള്ള വലിയ ദൗത്യം. ലൂക്കോസ് വിശേഷം 24-ന്റെ 49 വായിക്കുമ്പോൾ, ജാതികളുടെ മധ്യത്തിൽ നിങ്ങൾ പ്രസംഗിക്കണം. ഇതാണ് ദൗത്യം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഉയരത്തിൽ നിന്നുള്ള ശക്തി.
ശക്തി എന്നുള്ള പദം ഇംഗ്ലീഷിൽ പവർ, അതിന് ഗ്രീക്ക് വാക്ക് ഡുനാമീസ്. ഈ ഡുനാമീസ് എന്ന് പറയുന്ന പദം നമ്മൾ ഒരിക്കലും വെറും ശക്തി എന്നുള്ള ഒരു വാക്കുമായി താരതമ്യപ്പെടുത്തരുത്. കാരണം അതിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു അർത്ഥം ഇതാണ്: ദ സൂപ്പർ നാച്ചുറൽ വർക്ക് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അമാനുഷികമായ ശക്തി. അപ്പൊ വെറും ശക്തിയല്ല. ഡുനാമീസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ആ കാലഘട്ടത്തിൽ ഡുനാമീസ് ഉപയോഗിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എനിക്കും നിങ്ങൾക്ക് നൽകുന്ന ശക്തിയെക്കുറിച്ച് നമ്മൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. 3 ചിന്തകൾ വചനാടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ പറഞ്ഞ് ഇന്നത്തെ വചനാധ്യാനത്തിന് വിരാമം കുറിക്കട്ടെ. 1, മെന്റലി പവർ. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ മുൻപിലിരിക്കുന്ന ശിഷ്യ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങളെ ആന്തരികമായി ശക്തിപ്പെടുത്താൻ ഉയരത്തിൽ നിന്നൊരു ശക്തി, ഹോളി സ്പിരിറ്റ് നിങ്ങളെ സന്ദർശിക്കുന്നു, ഡുനാമീസ്. ആ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമായിരുന്നു. രാജ്യങ്ങൾ കീഴ്പ്പെടുത്തുന്നത് സർവ്വസാധാരണമായ ഒരു പതിവായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ ജയിക്കുന്ന രാജ്യം ഗ്രീക്ക് ചിന്തയനുസരിച്ച് ഡുനാമീസ് ഉള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അമാനുഷികമായ ശക്തി അവരുടെ രാജാക്കളിൽ, സൈന്യാധിപന്മാരിൽ, ഓരോ യോദ്ധാക്കളിലുമുണ്ട് എന്നാണ് വിശ്വാസം. അതിന് അവരെ സഹായിക്കുന്ന 2 ദൈവങ്ങളെക്കുറിച്ച് ഗ്രീക്ക് പഠനങ്ങൾ തെളിയിക്കുന്നു. ഒന്ന് ആറസ്. ആറസ് എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുടെ ദൈവമാണ്. മറ്റൊന്ന് അഥേന, അതൊരു ദേവിയാണ്, അമ്മ ദൈവമാണ്. സ്ട്രാറ്റർജിയുടെ, തന്ത്രങ്ങളുടെ ഒരു ദൈവമാണ്. അപ്പോൾ ഈ 2 ദൈവങ്ങളും ആരെയാണോ കടാക്ഷിക്കുന്നത് അവർ യുദ്ധങ്ങൾ ജയിക്കും. അപ്പോൾ ആന്തരികമായ ഒരു ശക്തി, മെന്റൽ പവർ, യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ സഹായിക്കുമെന്ന് സാരം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നമ്മൾ ഒറ്റയ്ക്കല്ല. കാരണം നമ്മളെ ആന്തരികമായി ബലപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്. അവിടെയാണ് പരിശുദ്ധാത്മാവിനെ ഈ ഡുനാമീസുമായി താരതമ്യപ്പെടുത്തി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മെ ശക്തീകരിക്കുന്ന, മാനസികമായി ശക്തീകരിക്കുന്ന, ആന്തരികമായി ശക്തീകരിക്കുന്ന. പൗലോസ് അപ്പോസ്തലൻ അഥേനയിൽ പോകുമ്പോൾ അവിടെ അജ്ഞാതദേവൻ, നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ്. ഈ അജ്ഞാതദേവൻ ഒരുപക്ഷെ ആ ഒരു സ്ട്രാറ്റർജി, ഒരു കല്ല് എടുത്തു വെച്ചിട്ട് നിങ്ങൾ അറിയാമെന്നുള്ളതിന് ആരാധിക്കുന്നു, എന്നാൽ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞ് ഒരു സ്ട്രാറ്റർജി, ഒരു മെന്റൽ പവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആന്തരികമായി നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ ഈ 1ാമത്തെ ധ്യാന ചിന്ത നമ്മെ സഹായിക്കട്ടെ. വെയിറ്റിംഗ് അപ്പോൺ ഹോളി സ്പിരിറ്റ്, ഉയരത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ്, അതിനുവേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഒരു മെന്റൽ പവർ, ഇന്റേണൽ പവർ, ആന്തരിക ശക്തി തരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ നമുക്ക് ഈ പകൽക്കാലം അനുഭവിക്കാം. 2, അതോറിറ്റി പവർ. ആ കാലഘട്ടത്തിൽ അധികാരങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഡുനാമീസ് എന്ന് പറയുന്ന പദം 2ാമതായി ഉപയോഗിച്ച് കാണുന്നത് അന്നത്തെ രാജാക്കന്മാരിൽ, ചക്രവർത്തിമാരിൽ,
മറ്റു പ്രഗത്ഭന്മാരിൽ അതിൽ എടുത്തു പറയത്തക്ക ഒരു പേരാണ് ഡെമസ്തനോസ്. ഡെമസ്തനോസ് ആരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്കറിയാം. അദ്ദേഹം ഭയങ്കര ഒരു പ്രസംഗകനായിരുന്നു. പ്രസംഗ കലയുടെ ഔന്നത്യത്തിലിരിക്കുന്ന വ്യക്തിത്വമാണ് ഡെമസ്തനോസ്. അപ്പോൾ ഇങ്ങനെ പ്രാഗൽഭ്യമുള്ളവരിൽ, അത് രാജാവാകാം, ചക്രവർത്തിയാകാം, അവരെ നയിക്കുന്നത് ഡുനാമീസ് എന്ന് ആ കാലഘട്ടം വിശ്വസിച്ചിരുന്നു. ദ സൂപ്പർ നാച്ചുറൽ വർക്ക് ഓഫ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയ്ക്ക് ഒരു അതോറിറ്റി പവർ നമുക്ക് ആവശ്യമാണ്. യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ശക്തി പ്രാപിക്കുവോളം ഈ ശക്തി പ്രാപിച്ചുകൊണ്ട് നീ എവിടെ പോകുന്നുവോ അവിടെ നിനക്കൊരു അതോറിറ്റി പവർ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ 3000-ഓളം പേർ മാനസാന്തരപ്പെടുന്നത്. അപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ ഉള്ള പരിശുദ്ധാത്മാവ്, ഡുനാമീസ് എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. സാധാരണ ഒരു മനുഷ്യന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല. പത്രോസിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഡുനാമീസ് ആണ്. ഡുനാമീസ് എന്ന് പറയുന്നത് പ്രാഗൽഭ്യമുള്ളവന്റെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന അമാനുഷികമായ ഒരു ശക്തിയാണ്. അങ്ങനെയെങ്കിൽ നാം വളരെ സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് ഈ ദിവസം. കാരണം കാത്തിരിക്കുന്നവർക്ക്, ഉയരത്തിലെ ശക്തി കാത്തിരിക്കുന്നവർക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പവർ നൽകുന്ന ഒരു ദൈവം. ഇന്ന് ഈ പരിശുദ്ധാത്മാവെന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഒരു ഹാസ്യ അനുഭവമായി മാത്രം ചിത്രീകരിക്കപ്പെടാൻ ലോകം ശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, എത്ര ഗൗരവമായ ഒരു തലത്തിലേക്കാണ് ഈ വചനധ്യാനം മുന്നോട്ട് പോകുന്നത്. ദുർബലമായ ഒരു രാജ്യത്തെ അവരുടെ ഉള്ളിലുള്ള ഒരു അനുഭവത്തെ കത്തിക്കാൻ തയ്യാറായ ഒരു സന്യാസിക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ ശരിയായി ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ആ ഉയരത്തിലുള്ള ശക്തി നമ്മളെ മെന്റലി സ്ട്രോങ് ആക്കും, അതോറിറ്റി ഉള്ളവരാക്കി മാറ്റും. 3, ഗവേണിംഗ് പവർ. ഈ ഡുനാമീസ് എന്ന് പറയുന്ന പദം ശരിക്കും ഉപയോഗിക്കുന്നത് ദൈവത്തിന് താരതമ്യപ്പെടുത്തിയാണ്. അന്ന് ധാരാളം ദൈവങ്ങൾ ഗ്രീക്കിലുണ്ടായിരുന്നു. ദൈവങ്ങളുടെ ദൈവമാണ് സിയൂസ്. സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം. അപ്പൊ നമ്മുടെ ഉള്ളിലും ആ സകലത്തെയും നിയന്ത്രിക്കുന്ന ഗവേണിംഗ് പവർ, നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ശക്തി കാത്തിരിക്കുന്നവർക്ക് നൽകാൻ ദൈവം തയ്യാറാണ്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം, യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായം, പ്രവാസത്തിൽ കഴിയുന്ന ജനത്തിന്റെ നിരാശവാക്കുകളാണ്. കർത്താവേ, നീ എവിടെ? ഞങ്ങളുടെ വേദനകളുടെയും ഞങ്ങളുടെ പ്രയാസങ്ങളുടെയും ഞങ്ങളുടെ പ്രതിസന്ധികളുടെയും നടുവിൽ നീ എവിടെ? ഞങ്ങൾക്ക് നിന്നെ കണ്ടെത്താൻ കഴിയുമോ? നീ ഇപ്പോൾ എവിടെ വസിക്കുന്നു? ഈ നിരാശയുടെ വാക്കുകളാണ് യെശയ്യാ പ്രവചന 40-ാം അധ്യായം. അവിടെ ഒരു ഗവേണിംഗ് പവർ കാണാൻ കഴിയും. സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ കാണാൻ കഴിയും. അങ്ങനെ നിരാശയുടെ ആഴ്ത്തട്ടിൽ ആണ്ടുപോയ ആ ജനത്തോട് ഇന്നത്തെ തിരുവചന വേദഭാഗം പറയുന്ന സത്യങ്ങളെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാമോ? യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. നിങ്ങൾ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാർ? അവരവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യ മഹാത്മ്യ നിമിത്തവും
അവൻ്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുന്നില്ല. സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവം. ഇവിടെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ പങ്കാണ് 26 വാക്യം പറയുന്നതെങ്കിൽ 28 വാക്യം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവൻ്റെ ബുദ്ധി അപ്രേയമത്രേ. ശക്തിയെക്കുറിച്ച് പറയുകയാണ്. 31 വാക്യം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് പറയുകയാണ്. യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നിരാശയിൽ ആണ്ടുപോയ ജനത്തിന് ഒരു ഗവേണിംഗ് നൽകുന്ന പ്രവാചകനെയാണ് ഈ ഭാഗം പഠിപ്പിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. കാരണം ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ അർത്ഥത്തിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ, ശരിയായ അർത്ഥത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മൾ നിരാശയിൽ വീണു പോകാറുണ്ട്. ഒരുപക്ഷെ ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. ശുശ്രൂഷയിൽ പരാജയം എന്നൊന്നില്ല. നമ്മുടെ ശുശ്രൂഷയിൽ ദൈവം തരുന്ന അനുഭവങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ഡുനാമീസ്, ഉയരത്തിൽ നിന്നുള്ള ശക്തി, ആ ശക്തി നമ്മെ പഠിപ്പിക്കുന്ന കാര്യം നീ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നിന്നെ മാനസികമായി, നിന്നെ ആന്തരികമായി ശക്തീകരിക്കുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്. 2, നിനക്ക് അതോറിറ്റി, ആധികാരിക നൽകുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. 3, സൃഷ്ടാവ് എങ്ങനെ സൃഷ്ടിയെ നിയന്ത്രിക്കുന്നുവോ അതുപോലെ ഈ സൃഷ്ടിയെ നിയന്ത്രിക്കുവാൻ നിന്നെ സഹായിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. ശരിയായ വെളിച്ചം ദുർബലമായ രാജ്യത്തിന് സഹായകമായി തീർന്നെങ്കിൽ, ആ സഹായകമായി തീർന്നതുകൊണ്ട് പ്രബലമായ രാജ്യത്തെ നിലംപരിശാക്കുവാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ശരിയായ വെളിച്ചത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ഉയരത്തിലുള്ള ശക്തിക്കായി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. മെന്റൽ പവർ, അതോറിറ്റി പവർ, ഗവേൺ പവർ, ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ.